പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് വെളിപാടിന്റെ പുസ്തകത്തിൽ പലതവണയും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നു എന്ന് വായിക്കാറുണ്ട്. അതേപ്പറ്റി പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. പലരും പറയും അത് മനുഷ്യന്റെ ഒരു തോന്നൽ ആണ്, ഒരു മിഥ്യയാണ്, അതിന് വലിയ കഴമ്പില്ല, ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. അതിനാൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, സ്വർഗമുണ്ട്. സ്വർഗം ഒരു സ്ഥലമാണ്. നമ്മൾ വിചാരിക്കുന്ന ഇവിടുത്തെ ഒരു സ്ഥലമല്ല. ഞാൻ പല വീഡിയോകളിലും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അവിടെ ജീവന്റെ പുസ്തകം തന്നെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പോലെ ഉള്ള കടലാസ് ആയിരിക്കില്ല എന്ന് മാത്രം. അതിന് ആധ്യാത്മികമായ ഒരു തലം ഉണ്ട്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12:22 23 വിജയം വരിക്കുന്നവരെ വെള്ളവസ്ത്രം ധരിപ്പിക്കും, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ ജ്ഞാനസ്ഥാന അവസരത്തിൽ നമ്മളെ ഉടുപ്പിച്ച, നമ്മളെ ഇടിയിപ്പിച്ച ആ വെള്ളവസ്ത്രം എന്ന് പറഞ്ഞാൽ പരിശുദ്ധി. ആ പരിശുദ്ധിയിൽ ആയിരിക്കുന്നവരെ കർത്താവ് ഒരിക്കലും ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അത് മായ്ച്ചു കളയുകയില്ല എന്ന്. ലൂക്ക സുവിശേഷം അധ്യായം 10:20 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പുസ്തകമുണ്ട്, അവിടെ പേരെഴുതുകയും ചെയ്യും. ഈ പേരെഴുതുക ഒരു കടലാസിൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലോകത്തിൽ തന്നെ. ആരാരും അത് പേരെഴുതി ഒപ്പിടാൻ പറയും, ഇല്ലേ? നമുക്കറിയാം, ഈശോയും മാതാവും ബെത്ലഹേമിലേക്ക് പോയത് എന്തിനാണ്? സെൻസസ് എടുക്കാൻ പോയതാ, ജനന മരണ കണക്കുകൾ കൊടുക്കാനായിട്ട്. അപ്പൊ അത് രജിസ്റ്ററിൽ എഴുതി. അതിനുവേണ്ടി അത്രയും കഠിനമായ യാത്ര ചെയ്ത് ഗർഭിണിയായ മറിയവും അതെ ഔസേപ്പും കൂടി അതെ കുതിരപ്പുറത്തോ അല്ലെ കഴുതപ്പുറത്തോ പോയത്. നാമും നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നമ്മുടെ ജനന മരണ കണക്കുകൾ കടലാസിൽ തന്നെ എഴുതി സൂക്ഷിക്കും. പള്ളികളിലാണെങ്കിൽ നമ്മൾ സ്വീകരിച്ച കൂരാശിയുടെ കാര്യങ്ങൾ പേരും നാളും നാളല്ല തീയതി സഹിതം എഴുതി കുറിച്ചിടും. ഏതെങ്കിലും ആവശ്യം വരുമ്പോൾ അത് ഈ ഡോക്യുമെന്റ്സ്, ഈ കടലാസുകൾ നോക്കും, ശരിയാണോ വേണ്ട. അതുപോലെ നമ്മുടെ പേരുകളും അത് സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പേരിന് താഴെ നമ്മുടെ ഒരു വശങ്ങളിൽ അത് ചെയ്തികളുടെ ഒരു കണക്ക് കൂടി അത് കാണുകയില്ലേ? അതും നമുക്ക് കാണാൻ സാധിക്കും. വെളിപാട് പുസ്തകം 20:12 വെളിപാട് പുസ്തകം അധ്യായം 20:12 മരിച്ചവരെല്ലാവരും ചെറിയവരും വലിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തിക്കനുസരണം മരിച്ചവർ വിധിക്കപ്പെടും. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. അതായത് മരിച്ചവർ ചെറിയവരും വലിയവരും ധനവാന്മാരും പാവപ്പെട്ടവരും കറുത്തവരും വെളുത്തവരും എല്ലാവരും ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ സന്നിധിയിൽ എത്തും. അപ്പോൾ ജീവന്റെ ഗ്രന്ഥം തുറക്കപ്പെടും. ബൈബിളിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ദൈവം നുണയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പറയാൻ ഞാൻ തയ്യാറല്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ സത്യമാണ്. സത്യമേ എഴുതപ്പെട്ടിട്ടുള്ളൂ. അതിന്റെ ഒരു വാക്കിന് പോലും വ്യത്യാസവും ഇല്ല മക്കളെ. ഇന്ന് ഏറെ ആളുകൾ, ദൈവശാസ്ത്രജ്ഞന്മാർ പോലും വളച്ച് ഒതുക്കി ഒരു വശങ്കിൽ സത്യങ്ങൾ വികൃതമാക്കാറുണ്ട്. ഞാനത് തയ്യാറല്ല. കർത്താവിന്റെ വചനം കൃത്യമായിട്ട് പറയുന്നു, അത് ഗ്രന്ഥം, ജീവന്റെ ഗ്രന്ഥം തുറക്കപ്പെടും. ഇനി ഗ്രന്ഥങ്ങളിൽ അത് എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് മരിച്ചവർ വിധിക്കപ്പെടും. അപ്പൊ നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത് അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു സത്യവും കൂടിയാണ് പറയുന്നത്. ഇത് നമ്മൾ വ്യക്തമായിട്ട്
അത് മനസ്സിലാക്കണം. മത്തായി എഴുതിയ സുവിശേഷം 12:36 പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനു പോലും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന്. അപ്പോൾ നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ അഥവാ നമ്മൾ ചെയ്യാതിരുന്ന പ്രവൃത്തികൾ, അതായത് ഉപേക്ഷയുള്ളത് എല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുമെന്ന് വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ നമ്മുടെ പേരുകൾ ഉണ്ട് എന്നതിൽ അത് നമുക്ക് അത് സന്തോഷിക്കാം. കൃപയോടെ കർത്താവിന് സ്തോത്രം പറയാം. ഫിലിപ്പിയർക്കൽ ലേഖനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് പൗലോസ് ശ്ലീഹായും അത് പറയുന്നത്. ഉദാഹരണമായിട്ട് ഫിലിപ്പിയർക്കൽ ലേഖനം വളരെ വ്യക്തമായിട്ട് അത് 4-ാം അധ്യായം 2-3 വചനത്തിൽ, അതായത് അവർക്ക് സന്ദേശം കൊടുക്കുമ്പോൾ അവിടെയുള്ള 2-3 സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ് വളരെ വ്യക്തമായിട്ട് അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിലുണ്ടെന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മളും അത് ഉറപ്പുവരുത്തണം. നമ്മുടെ പേരുകൾ അത് സ്വർഗത്തിൽ ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നും ആ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട പേരിന്റെ അടിയിൽ നാം ചെയ്ത സൽപ്രവൃത്തികൾ കാണാൻ ഇടയാകണമെന്നും നമ്മൾ അതിനു വേണ്ടിയിട്ട് അത് പരിശ്രമിച്ച് മതിയാവൂ. കാരണം അതനുസരിച്ചാണ് നമ്മുടെ വിധി അത് വരാൻ പോകുന്നത് എന്ന്. ഇനിയും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വെളിപാട് പുസ്തകം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, കുഞ്ഞാടിന്റെ ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായവയൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്നവരാരും അതിൽ പ്രവേശിക്കുകയില്ല. വെളിപാട് 21:27. അപ്പോൾ നമ്മൾ ശുദ്ധമായ ഒരു ജീവിതം, ഉത്തമ ക്രൈസ്തവ ജീവിതം ജീവിച്ചുവെങ്കിൽ മാത്രമേ, യേശുക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് അവന്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണമാണ്, അതനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ പേര് അവിടെ നല്ലപോലെ എഴുതപ്പെട്ടിട്ടുണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വിഷയമാണ് എന്നുകൂടി ഞാൻ പറയുകയാണ്. ഞാൻ ഓർക്കുകയാണ്, എന്റെ മരണാനന്തര അവസരത്തിൽ എനിക്കത് നേരിട്ട് കാണാൻ സാധിച്ചു. ഞാനിങ്ങനെ സ്റ്റെപ്പുകൾ കയറി, അപ്പോൾ പത്രോസിനെ കണ്ടു. വലിയ മീശയും താടിയുമുള്ള പത്രോസിനെയാണ് ഞാൻ കണ്ടത്. ആ പത്രോസ് വലിയ പുസ്തകം തുറന്നു. ആ പുസ്തകം എത്ര വലിപ്പമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെങ്കിൽ ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിനോളം വലിപ്പമുണ്ട്. ഞാൻ 2 പേജേ കണ്ടുള്ളൂ. ഇടതുവശത്തെ പേജിൽ എന്റെ തിന്മയായ എല്ലാ കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായി എഴുതിയിരുന്നു. വലതുവശത്ത് എന്റെ നല്ല കാര്യങ്ങളും. പ്രിയപ്പെട്ട, ഞാൻ ഇടത്തേ നോക്കിയുള്ളൂ. അത് നോക്കിയാണ് ഞാൻ കരഞ്ഞ് അനുദപിച്ചത്. കർത്താവിന്റെ ക്രൂശിതനായ കർത്താവിന് മാപ്പി ചോദിച്ചതും എല്ലാം ഞാൻ എന്റെ നിത്യത ദർശിച്ച നിമിഷം എന്ന പുസ്തകത്തിലും ശുദ്ധാത്മാക്കളോടുകൂടെ എന്ന പുസ്തകത്തിലും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ സത്യങ്ങൾ, നഗ്ന സത്യങ്ങൾ ആണ്. അത് നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. ഇനിയാറ്റം ചെറുപ്പകാലത്ത് ഞാൻ കുമ്പസാരിക്കാൻ വിട്ടുപോയ ചില വാക്കുകൾ, എന്റെ സഹോദരങ്ങളെ, സഹോദരികളെ ചില വാക്ക് വിളിച്ച് കളിയാക്കുമായിരുന്നു. അവര് സ്കൂളിൽ ചില കുട്ടികളെ അവർ ചില തെറി വർത്തമാനം, ചീത്ത വർത്തമാനം പറയുമായിരുന്നു. അതൊന്നും അതേ രീതിയിൽ ഞാൻ അനുദപിച്ച് കുംസാരിക്കാതിരുന്നിരുന്നു. ഇതോരോന്നും അവിടെ എഴുതപ്പെട്ടിരുന്നു. അങ്ങനെ ആഴമായ ഒരു നല്ല കുംസാരം നടത്തുവാൻ ആ ദർശനം എന്നെ സഹായിച്ചു. മക്കളെ, നമ്മൾ ദർശനം കാണാൻ നോക്കിയിരിക്കേണ്ട, നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിക്കണം. ആ ജീവനാകുന്ന വെളിച്ചമാകുന്ന കർത്താവിന് മുമ്പിൽ നമ്മൾ ശുദ്ധീകൃതരാണോ എന്ന്. അപ്പോൾ നമ്മൾ വെളിച്ചത്തിലൂടെ കാണണം നമ്മൾ ചിന്തയില്, വാക്കില്, പ്രവൃത്തിയിൽ ഉപേക്ഷയാലും ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റുകൾ. അത് വാശിയിൽ കർത്താവിന്റെ രക്തത്തിൽ കഴുകി ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗപ്രവേശനം ഉള്ളൂ എന്ന കാര്യം വ്യക്തമായിട്ട് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അതായത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് സങ്കീർത്തനം അധ്യായം 139:16. സങ്കീർത്തനം 139:16. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. വ്യക്തമായിട്ട് പറയാണ് എഴുതപ്പെട്ടു എന്ന്. നമുക്ക് കാണാൻ സാധിക്കും സങ്കീർത്തനം 69:28. സങ്കീർത്തനം 69:28. ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ,
നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതാൻ ഇടയാകാതിരിക്കട്ടെ. ശത്രുക്കൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയാണ്. കർശനമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട അങ്ങനെയല്ല. അതെ, പഴയ നിയമത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ശത്രുവിനെ തുരത്തണമേ എന്ന്. യേശു ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. എന്നാൽ അതിന്റെ അർത്ഥം ഒരു ജീവന്റെ പുസ്തകമുണ്ടെന്ന് പഴയ നിയമകാലത്തെ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് പേര് മാറ്റണേ, ശത്രുവിന്റെ പേര് മാറ്റണമേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ ഭാഗമാണ്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ദാനിയേൽ പുസ്തകം അധ്യായം 12 വചനം 4. കർത്താവ് ദാനിയേലിനോട് പറയുന്നത്, ദാനിയേലെ, അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് മുദ്ര വയ്ക്കുക. അനേകർ അങ്ങുമിങ്ങും ഓടി നടന്ന് തിന്മകൾ പ്രവർത്തിക്കുന്ന കാലം വളരെയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വചനം എഴുതി സൂക്ഷിക്കുന്ന ഒരു ജീവന്റെ പുസ്തകമുണ്ട് എന്ന ആ സൂചനയാണ് അവിടെ നൽകപ്പെട്ടിരിക്കുന്ന ഓർക്കണം. അതുപോലെ വെളിപാട് 13:8 ഒരു മൃഗത്തെ ആരാധിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അത് ബാൽ, പിശാചിനെ ആരാധിക്കുന്നതിനെ പറ്റി. അതിനകത്ത് 13:8 പറയുകയാണ്, വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ ലോകത്തിന്റെ ആരംഭം മുതൽ പേര് എഴുതപ്പെടാത്തവരായി ഭൂമിയിൽ സകലരും അതിനെ ആരാധിക്കും. അതായത് വധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ. അപ്പോൾ ജീവഗ്രന്ഥമുണ്ട്. അതായത് ലോകത്തിന്റെ ആരംഭം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ ഉള്ളവർ അതിനെ ആരാധിക്കും. ആരാണ് പിശാചിനെ ആരാധിക്കുന്നതെന്ന് പറയാണ്. അവരുടെ പേരുകൾ ജീവന്റെ ഗ്രന്ഥത്തിൽ ആദ്യം മുതലേ കാണില്ല എന്ന്. ഇതൊക്കെ കൂലങ്കഷമായി നമ്മൾ അത് ചിന്തിക്കണം. ഇതേപ്പറ്റി അത് മനസ്സിലാക്കാനായിട്ടാണ് ഞാനിത് പറയുന്നത്. പ്രിയപ്പെട്ട, ഇവിടെയാണ് അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുവിൽ നമ്മൾ ധന്യരാകുകയും ചെയ്യുവാനുള്ള അവസരം കർത്താവ് നമുക്ക് തരുന്നു. അതിനെപ്പറ്റി വിസ്മരിച്ച് കളയരുത്. വെറുതെ ഇതൊക്കെ വെറും കളിപ്പീരാണ്, ഇതിനർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കുകയാണ് എങ്കിൽ വെളിപാട് പുസ്തകം 3-ാം അധ്യായം 5 പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ടും. അതായത് വിക്ടർ വിൽ ബി ഡ്രസ്ഡ് ഇൻ വൈറ്റ്. അതായത് ജീവിതത്തിൽ എപ്രകാരം നന്മ ചെയ്ത് ജീവിക്കുന്നവർ വെള്ള വസ്ത്രധാരികളായിരിക്കും. അവർ കർത്താവിന്റെ സാന്നിധ്യം വിളിച്ചു പറയും, അവിടുത്തെ നാമം വിളിച്ചു പറയും. അവരെപ്പോഴും പിതാവിന്റെയും ഏകജാതനായ യേശുവിന്റെയും സന്നിധിയിൽ ആയിരിക്കും. പ്രിയപ്പെട്ടവരൊക്കെ നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് നല്ലതല്ലേ? കാരണം നമ്മുടെ പേരുകൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടത് അല്ലേ? ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിന്റെ 10:32 33 വായിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് ഏറ്റുപറയുന്നവനെ പിതാവിന്റെ അടുക്കൽ അവനും അംഗീകരിച്ച് ഏറ്റുപറയും, അല്ലാത്തവരെ അവിടുന്ന് ഏറ്റുപറയില്ല എന്ന്. ഇവിടെയാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും നമ്മുടെ പേരുകൾ അവന്റെ ജീവഗ്രന്ഥത്തിൽ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം. കൂടെ കൂടെ അവന്റെ നാമം നമ്മൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കണം, വിളിച്ച് അക്നോളജ് ചെയ്യണം, അംഗീകരിക്കണം. അപ്പോൾ നമ്മുടെ ആ പേര് കൂടുതൽ കൂടുതൽ തെളിഞ്ഞിരിക്കും ആ ജീവന്റെ പുസ്തകത്തിൽ. അപ്പോൾ നമ്മൾ ഈ ലോകത്തോട് വിടവാങ്ങുമ്പോൾ, നിത്യതയിലേക്ക് കാലുമുത്തുമ്പോൾ, നമ്മൾ ചെയ്ത നൽപ്രവർത്തികൾ അനുസരിച്ച് നമുക്ക് ആ പിതാവിന്റെ യേശുവിന്റെ വലതുഭാഗത്തായിരിക്കുവാൻ കഴിയും. അഥവാ യേശു നമ്മ ഓരോരുത്തരെയും തന്നോടുകൂടെ ആ വലതുവശത്ത് ഇരുത്തും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാൻ സാധിക്കുന്നത് നിത്യതയെപ്പറ്റിയുള്ളതാണ്. ഇന്ന് ഏറെ പേർക്കും നിത്യതയെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് ഇല്ലാത്ത ഒരു കാലമാണല്ലോ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇനിയും ഇവിടെ കാണാൻ സാധിക്കും മൂശ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുന്നുണ്ട് 32-33. അതായത് കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹാരാധന നടത്തി തമ്പുരാനെ വെറുപ്പിച്ച ജനത്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആദ്യമേ പ്രാർത്ഥിച്ച്, ദൈവമേ, അങ്ങയുടെ ജനങ്ങൾക്കെതിരായി അങ്ങെന്തിനാണ് ഇത്ര കോപിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടൊരു പ്രാർത്ഥന. അതിനുശേഷം നമ്മൾ കാണുന്നത് മധ്യസ്ഥ പ്രാർത്ഥന അതിശക്തമായിരുന്നു. കർത്താവ് അവർക്ക് വരുത്താൻ ശിക്ഷ വേണ്ട എന്ന് വെച്ചു എന്ന്. എന്നിട്ട് നമ്മൾ വേറെ വായിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം 33-32. വീണ്ടും കർത്താവിനടുക്കൽ ചെന്ന് പറയുന്നൊരു ഭാഗം, അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപങ്ങൾ ക്ഷമിക്കണം,
അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളഞ്ഞാലും. ഇവിടെ നമ്മൾ കാണുന്ന മൂശയുടെ വലിയ സ്നേഹം, ജനത്തോടുള്ള സ്നേഹം. അതാ ഞാൻ നരകത്തിൽ പോയാലും, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞാലും കർത്താവ് ഇവരെ രക്ഷിക്കണമേ. ഇത് വാസ്തവത്തിൽ ഓരോ വചനപ്രഘോഷകനും ഓരോ വൈദികനും ഓരോ മെത്രാനും ഉണ്ടായിരിക്കേണ്ട മനോഭാവമാണ്. എന്ന് പറഞ്ഞാൽ പേരുകൾ വെട്ടിക്കളയാൻ കർത്താവിനോട് പറയല്ല, കർത്താവ് കളഞ്ഞാലും എന്ന് പറഞ്ഞാൽ ഇവരുടെ രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം എപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും രക്ഷയാണ്. ഓരോ ക്രൈസ്തവനും ജീവിക്കേണ്ടത് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ്. അതുകൊണ്ടാണ് പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ അവിടുന്ന് പറഞ്ഞത് എല്ലാ ജനതകളോടും. മാറ്റം അല്ല, പൗലോസ്ലീഹ പറയുന്ന പോലെ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതമെന്ന്. പ്രിയപ്പെട്ടവരെ, അത് ഇവിടെ മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള തീവ്രമായ ആഗ്രഹം ആണ് മൂശ പറയുന്നത്. കർത്താവ് ഇതാ പാപത്തിൽ നിബന്ധിച്ചിരിക്കുന്നു, ദൈവജനം പോലും. മാത്രമല്ല ലോകം മുഴുവൻ പാപത്തിൽ ആണ്ടിരിക്കുന്നു, പാപം അനുദിനം വർദ്ധിക്കുന്നു, അങ്ങയുടെ കൽപ്പനകൾ ലംഘിക്കുന്നു. പലരും അങ്ങിൽ വിശ്വാസം വച്ചതിന് ശേഷം വിശ്വാസത്യാഗം നടത്തിയിരിക്കുന്നു. മാത്രമല്ല പലരും അങ്ങേ അറിഞ്ഞിട്ടില്ല, അങ്ങയുടെ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല, രക്ഷയിലല്ല. ഒരുപക്ഷെ അവിടെയൊക്കെ പേരുകൾ ആ സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടില്ല, അഥവാ മായ്ച്ചു കളഞ്ഞുപോയി. അതുകൊണ്ട് പ്രിയ ഈശോയെ, അവരെ രക്ഷിക്കണമേ. എന്റെ പേര് വെട്ടിയാലും അവരുടെ പേര് എഴുതണേ എന്ന്. ഹല്ലേലൂയ. അത്യസ്തമായ മൂശയുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചെറിയ വീഡിയോ ക്ലിപ്പ് നിർത്തുകയാണ്. ഒന്ന് പറയാൻ വേണ്ടി മാത്രം, അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ട്. നമ്മൾ കണിശമായിട്ടും അഭൗമികതയിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ലോകപരമല്ലാത്ത സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്ക് കാലുകുത്തുമ്പോൾ അത് വളരെ വ്യത്യസ്തമാണ്. നമുക്കറിയാം, ഇന്ന് ഈ സ്പേസിലൊക്കെ പോകുന്നവർ പറയുന്ന പോലെ അവിടുത്തെ ജീവിത സൗകര്യങ്ങളും ചുറ്റുപാടും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞ പോലെ ആധ്യാത്മികമായി വ്യത്യസ്തമായ ഒരു ജീവിതമാണ് അവിടെ ധാരാളം മുറികൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വർഗമുണ്ട്. ഇതൊക്കെ സത്യങ്ങൾ. വേറൊരു അവസരത്തിൽ ഞാൻ അതിനെപ്പറ്റി വിശദീകരിച്ച് വേറൊരു വീഡിയോ പറയാം. പക്ഷെ വീഡിയോ നീണ്ടുപോകാതിരിക്കാനാണ്, ഹ്രസ്വമാകാനാണ് ഞാൻ പറയുന്നത്. ഒരു ഗ്രന്ഥം ഉണ്ട്, ഓരോരുത്തർക്കും വേണ്ടി ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുമ്പോൾ, ഒരുപക്ഷെങ്കിൽ വെള്ളത്താൽ ഉള്ള സ്നാനമായിരിക്കാം, ആത്മാവിലുള്ള സ്നാനം ആയിരിക്കാം, ആഗ്രഹത്താലുള്ള സ്നാനമായിരിക്കാം. ഒരുപക്ഷെ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് എനിക്കും സ്നാനം സ്വീകരിക്കണം എന്ന് അനോണിമസ് ആയിട്ട് അറിയപ്പെടാതെ ജീവിക്കുന്ന ക്രിസ്ത്യാനികളായിരിക്കാം. അവിടെയൊക്കെ പേരുകൾ കാണും അവർക്ക് ആ ഗ്രന്ഥത്തിൽ. നിശ്ചയമായിട്ടും അങ്ങനെ നല്ലതായിട്ട് ജീവിക്കുന്ന ഓരോരുത്തരുടെയും സൽപ്രവൃത്തികളുടെ ലിസ്റ്റ് കണിശമായിട്ടും ആ പുസ്തകത്തിൽ എഴുതപ്പെടും. ഇനിയും ആ ഇടത്ത് വശത്തുള്ളത് തിന്മകൾ മായ്ച്ചു കളയാനായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കണം. അത് ആ ബുക്ക് ആത്മന നമുക്ക് അത് മനസ്സിൽ കാണുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് ആശംസിക്കുന്നു. ഒരു നിമിഷം കണ്ണടയ്ക്കൂ, ഞാൻ നിങ്ങളെ ആശീർവദിക്കാം. കാര്യമുള്ള കർത്താവേ, പല ആളുകളും ഓർക്കാറുണ്ട് ബൈബിളിലെ പല കാര്യങ്ങളും മിഥ്യയാണ്, കെട്ടുകഥയാണ് എന്ന്. എന്നാൽ കർത്താവേ, ഇന്ന് ശാസ്ത്രം പോലും ബൈബിളിലെ സത്യങ്ങൾ സത്യമാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടമാണ്. ഈശോനാഥ, ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒരു പോയിന്റ് മാത്രം, ജീവന്റെ പുസ്തകം. ഞങ്ങളെല്ലാവരും ജനിച്ചപ്പോൾ തന്നെ ഒരു ജീവന്റെ പുസ്തകം സ്വർഗത്തിൽ കണിശമായിട്ടും ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ പേരുകൾ എഴുതപ്പെടുന്നത് ഞങ്ങൾ യേശുവെ അങ്ങിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുമ്പോഴാണ്. അതിനുശേഷം ഞങ്ങൾ ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവിലൂടെ ചെയ്യുന്ന സൽപ്രവൃത്തികളുടെ ഒരു ലിസ്റ്റാണ് അതിൽ വീണ്ടും വീണ്ടും എഴുതുന്നത്. എന്നാൽ ഒരു പക്ഷെങ്കിൽ ഞങ്ങൾ ചെയ്ത തിന്മകൾ അഥവാ ചെയ്യാതിരുന്ന നന്മകൾ, അതിനും ഒരു ലിസ്റ്റുണ്ട്. അതനുസരിച്ചാണല്ലോ അവസാനം ചെറിയവരും വലിയവരും ആ സിംഹാസനത്തിന് മുമ്പിൽ വരുമ്പോൾ, അങ്ങയുടെ മുമ്പിൽ വരുമ്പോൾ വിധിക്കപ്പെടുന്നത്. കർത്താവേ, ആ വിധിനാളിൽ ജീവന്റെ പുസ്തകം ഞങ്ങളുടെ പേര് കാണാനും ആ പേരിനടിയിൽ ഞങ്ങൾ ചെയ്ത സൽപ്രവൃത്തികൾ കാണാനും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടുകൊണ്ട് അങ്ങ് ഞങ്ങളെ നിങ്ങൾക്കായി ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് വരിക എന്ന് ക്ഷണിക്കുവാനും ഇടയാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഈശോ ഈ ബോധ്യം ഇത് ശ്രമിക്കുന്ന ഓരോരുത്തർക്കും കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വയ്ക്കാതെ കർത്താവേ, അലൗകികമായ അശരീരമായി വസിക്കുന്ന ആ സ്ഥലം, ആ സ്വർഗത്തെപ്പറ്റി ധ്യാനിക്കുവാനും
സ്വർഗാത്മകമായി ഒരു വിശുദ്ധ ജീവിതം കഴിക്കാനും ഇത് ശ്രമിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇവരോരോരുത്തരെയും അങ്ങയുടെ സാന്നിധ്യത്തിൽ, അങ്ങയുടെ ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. തിരിച്ചോറിയാൽ കഴുകണമേ, ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ തിരുജലമാകുന്ന പരിശുദ്ധാത്മാവാൽ നിറച്ചു വിശുദ്ധീകരിക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരെയും കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങളെ ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് കർത്താവിന് അർപ്പിക്കുന്നു. ആമേൻ.